ഹായ് ഓൾ, ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ 4th മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. 4th മൊഡ്യൂളിൽ ഒരു ആർട്ടിക്കിളാണ് പഠിക്കാനുള്ളത്. കൊമേഴ്സ് ബിസിനസ് ആൻഡ് ലീഗൽ എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് ചിത്രാംഗത എന്ന് പറയുന്ന ഒരാളുടെ ഒരു റിസർച്ച് ആർട്ടിക്കിളാണ്. സോ ബേസിക്കലി റിസർച്ച് ആർട്ടിക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു വിഷയത്തിനെ പറ്റി പഠിച്ച് അവരുടെ ഫൈൻഡിങ്സ് ആണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആർട്ടിക്കിൾ ഫുള്ളായിട്ട് നോക്കുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചധികം ടെക്നിക്കൽ ടേംസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ആ കാര്യങ്ങളാണ് നോക്കി പോകുന്നത്. So the article delves into the ethical, legal and security issues related to the e-commerce, which is the buying and selling of goods and services over the internet. While e-commerce offers many benefits such as convenience, global reach and reduced operational costs, it also brings challenges that businesses must address to build കസ്റ്റമർ ട്രസ്റ്റ് ആൻഡ് എൻഷുർ സേഫ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. സോ ഇത് ബേസിക്കലി എന്താണ് ഈ ആർട്ടിക്കിളിനകത്ത് വരുന്നതെന്നാണ് പറയുന്നത്. ഈ മൊഡ്യൂളിൻ്റെ പേര് തന്നെ കൊമേഴ്സ് എന്നാണ്. അപ്പോൾ കൊമേഴ്സിനകത്ത് വരുന്ന കുറച്ച് എത്തിക്കലായിട്ടുള്ള, ലീഗലായിട്ടുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ഒന്നൊന്നായിട്ട് നോക്കാം. സോ അതിന് മുന്നേ കൊമേഴ്സ് എന്ന് പറഞ്ഞു, എന്താണ് കൊമേഴ്സ് എന്ന് ആദ്യം നോക്കാം. കൊമേഴ്സ് ഓർ ഇലക്ട്രോണിക് കൊമേഴ്സ് ഈസ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ദി ഇൻ്റർനെറ്റ്. It also includes activities like online banking, paying bills and transferring money electronically. So basically electronic commerce അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇൻ്റർനെറ്റ് മുഖാന്തരം എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നതിനെയും വിൽക്കുന്നതിനെയും കൊമേഴ്സ് എന്നാണ് പറയുക. നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിലോ ആമസോൺ, മീഷോ ഇങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ, ഇപ്പോൾ ലെൻസ് കാർട്ടിൻ്റെ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി വാങ്ങുക, നൈക്ക, പ്യൂമ, ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും വെബ്സൈറ്റിൽ നിന്നോ അല്ലാണ്ട് ആപ്ലിക്കേഷനിൽ നിന്നോ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നമ്മളൊരു സാധനം വാങ്ങുന്നതിനോ അല്ല നമ്മൾ തന്നെ ഒരു സാധനം വിൽക്കുന്നതിനെയോ ആണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഓൺലൈൻ ബാങ്കിങ് ആവട്ടെ, ബിൽസ് അടയ്ക്കുന്നതാവട്ടെ, വേറൊരാൾക്ക് കാശ് അയച്ചു കൊടുക്കുന്നതാവട്ടെ, ഇതുമെല്ലാം കൊമേഴ്സിൻ്റെ താഴെയാണ് വരിക. നമ്മൾ വേറൊരു ഫ്രണ്ടിന് GPay വഴി കാശ് അയക്കുന്നത്, KCB ബില്ല് പേ ചെയ്യുന്നത്, LIC ബില്ല് അടയ്ക്കുന്നത്, ഇതെല്ലാം കൊമേഴ്സിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി വളരെ സിമ്പിളായിട്ടൊരു ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ കൊമേഴ്സ് മീൻസ് ഡൂയിങ് ബിസിനസ് ഓൺലൈൻ യൂസിങ് ഇലക്ട്രോണിക് ഡിവൈസസ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സ്മാർട്ട് ഫോൺസ്. ഇപ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വഴിയാണല്ലോ നമ്മൾ ഒരു കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ക്ലോത്ത്സ് മേടിക്കുന്നത്, ബുക്ക് മൈ ഷോയിലൊക്കെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ മൊബൈൽ ആപ്പ് വഴി ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാനും പഠിച്ച് വയ്ക്കുക. എന്താണ് കൊമേഴ്സ് എന്നുള്ള കാര്യം ഒന്ന് നോക്കി വെച്ച് വയ്ക്കുക. മേ ബി ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ അറിയണമല്ലോ. ഇനി നമ്മുടെ ആർട്ടിക്കിളിലോട്ട് വരാം. ആർട്ടിക്കിളിൽ ആദ്യം പറയുന്ന പോയിൻ്റ് അഡ്വാൻറ്റേജസ് ഓഫ് കൊമേഴ്സ് ആണ്. സോ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറയുന്ന കാര്യം കോസ്റ്റ് എഫിഷ്യൻസി. ആ വാക്കിൽ തന്നെ ഉണ്ട്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ബിസിനസ് സേവ് മണി ബൈ കട്ടിങ് ഡൗൺ ഓൺ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻ്റർമീഡിയേറ്ററീസ്. ആദ്യത്തെ കാര്യം, നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ട് അത് നമ്മൾ കൊമേഴ്സിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാശ് ലാഭിക്കാൻ പറ്റും. ബിക്കോസ് നമുക്കൊരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട. നമ്മളൊരു തുണിക്കട തുടങ്ങുവാണ്, പക്ഷേ ഓൺലൈനായിട്ടാണ് ഈ തുണിക്കട തുടങ്ങുന്നത്. ആർക്കും നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി വലിയ ഷോറൂമൊന്നും വെക്കേണ്ടി വരില്ലല്ലോ. സോ ആ ഒരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും അതിന് വേണ്ട ഇൻ്റർമീഡിയേറ്ററീസും, വലിയൊരു റൂം വയ്ക്കുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലൈറ്റിങ് വേണം, ട്രയൽ റൂം വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് കോസ്റ്റ് എഫിഷ്യൻസിക്കകത്ത് വരുന്നത്. എക്സാമ്പിൾ, എ കമ്പനി ലൈക്ക് ആമസോൺ ക്യാൻ മാനേജ് സെയിൽസ് അക്രോസ് ദ വേൾഡ് വിത്തൗട്ട് ഹാവിങ് എ റീറ്റെയിൽ സ്റ്റോർ ഇൻ എവറി കൺട്രി. സോ നമുക്ക് ഇന്ത്യയിലൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് UK ഒരാൾക്കോ അല്ലെങ്കിൽ UAE ഒരാൾക്കോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അയച്ചു കൊടുക്കാൻ പറ്റും പാർസൽ ചെയ്ത്. അവിടെ ഇപ്പോൾ UK കച്ചവടം നടക്കണമെങ്കിൽ നമുക്ക് UK പോയിട്ട് ഒരു കട തുടങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതാണ് കോസ്റ്റ് എഫിഷ്യൻസിക്കകത്ത് വരുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് റീച്ച്. കമ്പനീസ് ക്യാൻ സെൽ ടു കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ് വിത്തൗട്ട് നീഡിങ് എ ഫിസിക്കൽ പ്രസൻസ്. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഒരു ഗ്ലോബൽ മാർക്കറ്റ് കിട്ടും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, കൊല്ലത്ത് നമ്മളൊരു ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ കൊല്ലത്തുള്ളവർക്കായിരിക്കും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് വാങ്ങാൻ പറ്റുക. മുംബൈയിലുള്ള ഒരാൾക്ക് വന്ന് വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ നമ്മൾ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഇലക്ട്രോണിക് രീതിയിൽ ബിസിനസ് ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, വന്ന് വാങ്ങാൻ പറ്റും. ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. എ സ്മോൾ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് സെല്ലർ ഓൺ Etsy ക്യാൻ ഷിപ്പ് പ്രോഡക്ട്സ് ടു കസ്റ്റമേഴ്സ് ഇൻ ദ USA ഓർ UK. ഏത് സ്ഥലത്തുള്ള ആൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷിപ്പ് ചെയ്ത് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും. The 24/7 availability.
അൺലൈക്ക് ഫിസിക്കൽ സ്റ്റോഴ്സ് വിത്ത് ഫിക്സഡ് അവേഴ്സ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആർ ഓൾവേസ് ഓപ്പൺ. ഇത് വളരെ ഒരു പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു ഹോളിഡേ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലൊരു കട തുറന്നിരിക്കും എന്ന് നിർബന്ധമില്ല. അന്നായിരിക്കും നമ്മൾ ഫ്രീ ആയിരിക്കുക. നമുക്കൊരു സാധനം ഷോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കുക, ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോപ്പിംഗ് നടത്താൻ പറ്റും. സോ ഒരു ഫിക്സഡ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു ടൈം ഫ്രെയിം അതിനകത്ത് വരുന്നില്ല. 24/7 അവൈലബിലിറ്റി കിട്ടും. ഏത് നട്ടപ്പാതിരാത്രി എണീറ്റിരുന്ന് കഴിഞ്ഞാലും നമുക്കൊരു സാധനം വാങ്ങാൻ പറ്റും, ഒരു സാധനം വിൽക്കാനും പറ്റും. കസ്റ്റമേഴ്സ് ക്യാൻ ബൈ ഗ്രോസറീസ് ഫ്രം ബിഗ് ബാസ്ക്കറ്റ് ഈവൻ അറ്റ് മിഡ് നൈറ്റിലാണെങ്കിൽ പോലും നമുക്ക് ഗ്രോസറി ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങാൻ പറ്റും. അപ്പം നമുക്കൊരു പലവ്യഞ്ജന കട പോയി തുറപ്പിച്ച് സാധനം വാങ്ങാൻ പറ്റില്ലല്ലോ. പക്ഷേ ബിഗ് ബാസ്ക്കറ്റ് പോലെയുള്ള ആപ്ലിക്കേഷൻസിൽ നമുക്ക് അപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മിഡ് നൈറ്റൊക്കെ കുറച്ച് ഡെലിവറി ചാർജസ് കൂടുതലായിരിക്കും, എന്നാലും പോസിബിളാണ്, സാധനം വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഹോട്ടൽസിൽ നിന്ന് ഫുഡ് എടുക്കുന്ന കാര്യമാണെങ്കിലും ഒക്കെ നമുക്ക് സാധിക്കും. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കസ്റ്റമൈസേഷൻ ആൻഡ് ഡേറ്റ അനലിറ്റിക്സ്. ബിസിനസ് ക്യാൻ സ്റ്റഡി കസ്റ്റമർ ബിഹേവിയർ ആൻഡ് ടൈലർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഇനി കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമുക്ക് താല്പര്യമുള്ളത് അത് മാത്രം നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് നമ്മുടെ ഒരു അളവ് പറഞ്ഞിട്ട് ഈ അളവിനുള്ള ഡ്രസ്സ് വേണം എന്ന് പറയുന്നു, പിന്നെ അതിന് ശേഷമായിരിക്കും അവർ ആ ഒരു അളവ് തന്നുകൊണ്ടിരിക്കുക. ഇതേ സാധനം ഓൺലൈനിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പോസിബിൾ ആയിരിക്കും. നമുക്കൊരു സാധനം ഇഷ്ടമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓൺലൈൻ ബിസിനസ്സസ് എല്ലാം പിന്നെ ആ സാധനങ്ങൾ നമുക്ക് റിക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കൽ ഷോപ്പ് ചെയ്ത ഒരു ഷോപ്പിൽ നിന്നിൻ്റെ വേറൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് പറയാൻ വരുന്നത് നെറ്റ്ഫ്ലിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. നമ്മൾ ഒരിക്കൽ കണ്ട ഏതെങ്കിലും ഒരു കോമഡി ബേസ്ഡ് ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ അങ്ങനത്തെ പല ഭാഷയിലുള്ള സീരീസ് ആവട്ടെ മൂവീസ് ആവട്ടെ നമുക്ക് റെക്കമെൻഡേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഒരു കസ്റ്റമൈസേഷൻ പറയുന്നത്. നമ്മുടെ ഡേറ്റ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഡേറ്റ എന്താണ് നമുക്ക് ഇഷ്ടമുള്ളത് എന്ന് നമ്മൾ അങ്ങോട്ട് ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് തിരിച്ചിങ്ങോട്ട് റെസ്പോൺസസും റെക്കമെൻഡേഷൻസും വരാൻ തുടങ്ങും. ഇത്രയുമാണ് അഡ്വാൻറ്റേജസിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ. എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ഇ-കൊമേഴ്സ്. സോ എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് എത്തിക്സ് എന്ന് നോക്കാം. എത്തിക്സ് കുറച്ചൊരു മോറൽ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. മനുഷ്യർക്ക് ഉള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഓണസ്റ്റി എന്ന് പറയുന്നത്, നമ്മൾ എത്ര വലിയ കാശ് ഓഫർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആ ഒരു മൊറാലിറ്റിയിൽ നിന്നുകൊണ്ടേ ചെയ്യത്തുള്ളൂ. ആ ഒരു വ്യക്തിയെ കൊന്നു കഴിഞ്ഞാൽ ഒരു 50 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊല്ലില്ല എന്ന് പറയുന്നതിനാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ലൈഫ് നഷ്ടപ്പെടും, നമ്മുടേത് സെക്യൂർ ചെയ്യാൻ പറ്റും, അത് നമ്മൾ ചെയ്യില്ല എന്ന് പറയുന്നതിനാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി എത്തിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണ്. ഒരാൾ റൈറ്റിൻ്റെ റോങ്ങിൻ്റെ ഇടയിൽ പോയിട്ട് റോങ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിനാണ് എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത്. അത് എത്തിക്കലി റോങ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള എത്തിക്കൽ ഇഷ്യൂസ് മനുഷ്യരുടെ ഇടയിൽ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴാണ് നമ്മൾ ഈ കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഓൺലൈൻ തുടങ്ങിക്കഴിഞ്ഞത് അപ്പോഴേക്കും ഈ കൊമേഴ്സിനകത്തും എത്തിക്കൽ ഇഷ്യൂസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് വെബ് സ്പൂഫിംഗ് അഥവാ ഫേക്ക് വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ഇതെന്ന് നോക്കിക്കഴിഞ്ഞാൽ fraudsters create fake websites that look exactly like well-known ones to steal login or credential card details. Example, a spoofed version of the ICICI bank site can trick users into entering their personal banking information. ഇവർ ചെയ്യുന്ന സ്പൂഫിംഗ് എന്ന് പറയുന്നത്, നമ്മൾ സ്പൂഫ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. സ്പൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ നമ്മൾ അതിൻ്റെ എക്സാക്റ്റ് റെപ്ലിക്ക അല്ലെങ്കിൽ കോപ്പി ഉണ്ടാക്കുന്നതിനാണ് സ്പൂഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൂവി സ്പൂഫിംഗ് ആണെങ്കിൽ ഒന്ന് കളിയാക്കുന്ന പോലെ ആയിരിക്കും. പക്ഷേ വെബ് സ്പൂഫിംഗ് ആണെങ്കിൽ കൃത്യമായിട്ട് ഒരു വെബ്സൈറ്റ് നോക്കിയിട്ട്, ഇതിലിപ്പോൾ ICICI ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്, അതുപോലെ ഇരിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ICICI ബാങ്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഏതാണ് കറക്റ്റ് പ്രോപ്പർ വെബ്സൈറ്റ് എന്ന് ശ്രദ്ധിക്കത്തില്ല. ആദ്യം കാണുന്ന വെബ്സൈറ്റ് ഏതാണോ അതങ്ങ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ക്രെഡൻഷ്യൽസ്, ലോഗിൻ ഡീറ്റെയിൽസ്, OTP, കാശിൻ്റെ ഡീറ്റെയിൽസ്, ATM പിന്ന്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അതിലോട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് നമ്മുടെ ബാങ്കിങ് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും, നമ്മുടെ കാശ് അവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് നടക്കുന്നൊരു കാര്യമാണ്. ഒരുപാട് ഫേക്ക് വെബ്സൈറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറിൻ്റെതാവട്ടെ, എന്നിട്ട് ഇവരുടെ തന്നെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലുള്ള ഏതെങ്കിലും ഒരു ക്ലോത്ത് സ്റ്റോർ, ലെറ്റ്സ് മൽഹാർ എന്നൊരു ക്ലോത്ത് ബ്രാൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക, അവരുടെ ക്ലോത്തിൻ്റെ എല്ലാം പിക്ചേഴ്സും എടുത്ത് അവരുടെ അതേ ബ്രാൻഡിൻ്റെ വെബ്സൈറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ ശ്രദ്ധിക്കാണ്ട് ആദ്യം കാണുന്ന ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് സാധനം വേണം. ഇപ്പോൾ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണല്ലോ, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും, ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യും. മേ ബി അതിലോട്ട് എത്തുമ്പോഴേക്കും അവർ പറയും ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ ഓഫാണെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ഓൺ ഡെലിവറിയേക്കാളും മറ്റേത് ചൂസ് ചെയ്യും.
അതിലോട്ട് കാശ് അയച്ചു കൊടുക്കും. നമുക്ക് ഡ്രസ്സും കിട്ടത്തില്ല, ഈ ഒരു 900 റുപ്പീസ് പോവുകയും ചെയ്യും. പിന്നെ നോക്കുമ്പോഴത്തേക്കും ഈ വെബ്സൈറ്റ് ഉണ്ടാവത്തുമില്ല. ഇതാണ് വെബ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി ഇവർ ചെയ്യുന്നത് ഒരു എക്സാക്റ്റ് ലുക്ക് ലൈക്ക് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി ആളുകളെ പറ്റിക്കുന്നതിനെയാണ് വെബ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഇനിയുള്ളൊരു അടുത്തൊരു എത്തിക്കൽ ഇഷ്യൂ ആണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. ദിസ് ഇൻവോൾവ്സ് രജിസ്റ്ററിങ് ഡൊമെയിൻ നെയിംസ് സിമിലർ ടു ഫേമസ് ബ്രാൻഡ്സ് ആൻഡ് ദെൻ ഡിമാൻഡിങ് മണി ടു ട്രാൻസ്ഫർ ദം. A person registering nokiaindia.com to mislead customers or sell it later to Nokia. നമ്മൾ ഇത് കുറച്ചുകൂടി മനസ്സിലാവാൻ പറയുവാണെങ്കിൽ ഇലക്ഷൻ സമയത്ത് അപരന്മാരെന്ന് പറഞ്ഞിട്ടൊരു ടീം വരും. പ്രഭാകരൻ എന്ന് പറയുന്ന ഒരാൾ ഇലക്ഷന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയുടെ ആളായിരിക്കും. അയാൾ ജയിക്കും എന്നുള്ളിടത്താണെങ്കിൽ ഈ പുള്ളിയുടെ ഇനിഷ്യൽ ഇപ്പോൾ പ്രഭാകരൻ എം എന്നാന്ന് വിചാരിക്കുക. ഒരു അപരൻ പോയി പത്രിക സമർപ്പിക്കും. ആ അപരൻ്റെ പേര് പ്രഭാകരൻ എൻ എന്നായിരിക്കും. സോ വോട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരും, ഈ പ്രഭാകരൻ എം ആണോ എൻ്റെ ആൾ, പ്രഭാകരൻ എൻ ആണോ എൻ്റെ ആളെന്ന്. സോ ഈ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഓൺലൈൻ സാധനമാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിലിവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡൊമൈൻസ് ഉണ്ടല്ലോ, ഡൊമൈൻ എന്ന് പറയുന്ന ഈ nokiaindia.com അല്ലെങ്കിൽ നമ്മൾ ഈ www.touristindia.com എന്ന് പറയുന്നതിനാണ് ഡൊമൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൊമൈൻസ് ഇവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഡൊമൈൻസിനെ എടുത്തിട്ട് ആൾക്കാർ സ്വന്തമായിട്ട് ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു ഡൊമൈൻ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് അത് മറ്റൊരാൾക്ക് വിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ് ഡിമാൻഡ് ചെയ്യും. ഇതിനെയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ കൊച്ചി മെട്രോ എന്ന് പറയുന്നത് kochimetro.com എന്ന് പറയുന്നത് കൊച്ചി മെട്രോയ്ക്ക് ചേരുന്ന ഒരു ഡൊമൈനാണല്ലോ. ഒരാൾ കൊച്ചി മെട്രോ വരുന്ന ആ സമയത്ത് തന്നെ പെട്ടെന്ന് പോയിട്ട് ഈ ഡൊമൈൻ അവരുടെ പേർക്ക് kochimetro.com എന്ന് പറയുന്ന ഡൊമൈൻ ഇപ്പോൾ ഞാൻ തന്നെ എടുത്തു എന്ന് വിചാരിക്കുക, ഞാൻ എടുത്ത് വെച്ചേക്കുവാണ്. ഞാനിത് തിരികെ കൊടുക്കാൻ തയ്യാറല്ല. ആക്ച്വലി കൊച്ചി മെട്രോ എന്ന് പറയുന്ന മെട്രോയുടെ ഓണർഷിപ്പിൽ വരേണ്ടിയിരുന്ന ഒരു ഡൊമൈനാണ്. ഞാനത് തട്ടിപ്പിലൂടെ എൻ്റെ പേരിലാക്കി വെച്ചിട്ടുണ്ട്, ഞാനിത് തിരിച്ചു കൊടുക്കുന്നില്ല. സോ മെട്രോയ്ക്ക് വരുന്ന ഡൊണേഷൻ ആവട്ടെ, ഫീ പേയ്മെൻറ്റ്സ് ആവട്ടെ, എല്ലാം എനിക്ക് എൻ്റെ ഡൊമൈനിലോട്ട് റീഡയറക്റ്റ് ചെയ്തിട്ട് ആൾക്കാരെ പറ്റിക്കാൻ പറ്റും. ഒന്നുകിൽ എനിക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ മെട്രോയ്ക്ക് തന്നെ ഇനി ഒരു 50 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഡൊമൈൻ തിരികെ തരാമെന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ അത്തരത്തിലുള്ളൊരു തെറ്റിപ്പിനെയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഒരു അപരന്മാരുടെ കേസ് ആലോചിച്ച് കഴിഞ്ഞാൽ മതി. അവസാനം അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കിട്ടിയിട്ട് അവർക്ക് കിട്ടുന്ന വോട്ടിന് വില പറഞ്ഞൊക്കെ വിൽക്കുന്ന ആ ഒരു രീതി ആലോചിച്ചാൽ മതി. പേര് ശ്രദ്ധിക്കുക, സൈബർ സ്ക്വാട്ടിംഗ് എന്നാണ് അതിനെ പറയുക. മൂന്നാമത്തെ ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ് പ്രൈവസി ഇൻവേഷൻ. Websites track users' online activity without consent and sometimes sell that data to advertisers. A social media site selling user behavior data to third-party advertisers. ഇനി പ്രൈവസി ഇൻവേഷൻ. പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ ഇൻവേഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് മറ്റൊരാൾക്ക് നമ്മുടെ ഡേറ്റാസ് വിൽക്കുന്നതിനെയാണ് പ്രൈവസി ഇൻവേഷൻ എന്ന് പറയുന്നത്. അത് ചില സമയത്ത് ഓൺലൈനിലുള്ള നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ ഇടയിൽ ആൾക്കാർ കയറി വന്ന് നമ്മുടെ ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്തിട്ട് വേറൊരാൾക്ക് അയച്ചു കൊടുക്കും. അതിനെയാണ് പ്രൈവസി ഇൻവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ളൊരു കാര്യമാണ് ഓൺലൈൻ പൈറസി. പൈറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതോറിറ്റിയുടെ അനുവാദമില്ലാതെ നമ്മൾ അവരുടെ സാധനങ്ങളാവാം, വസ്തുക്കളാവാം, ഐഡിയ ആവാം, ഈവൻ ഡയലോഗ്സ് പോലും നമ്മൾ അനുവാദമില്ലാതെ യൂസ് ചെയ്യുന്നതിന് പൈറസി എന്നാണ് പറയുക. ഇനി ഓൺലൈൻ പൈറസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയറിങ് ഓർ ഡൗൺലോഡിങ് കോപ്പിറൈറ്റഡ് മെറ്റീരിയൽസ് ലൈക്ക് മ്യൂസിക്, ഫിലിംസ് ഓർ ഇ ബുക്സ് ഇല്ലീഗലി. മ്യൂസിക് ആവട്ടെ, ഫിലിം ആവട്ടെ, ഇ ബുക്ക് ആവട്ടെ, നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് ആണ് ഓൺലൈൻ പൈറസിക്കകത്ത് വരുന്നത്. ഡൗൺലോഡ് ചെയ്യുക മാത്രമല്ല, എന്നിട്ട് അതിന് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആൾക്കാർ ചില മൂവീസ് ആവട്ടെ, പാട്ടുകളാവട്ടെ, ബുക്സ് ആവട്ടെ, ഇതെല്ലാം പേയ്മെൻ്റ് ഒന്നും കൊടുക്കാണ്ട് ചില വെബ്സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോണിലൊക്കെ വരുന്ന മൂവീസ് വേറെ പല വെബ്സൈറ്റിൽ നിന്നും നമ്മളത് മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. ഒരു പേയ്മെൻറ്റും കൊടുക്കാണ്ട് ഡൗൺലോഡ് ചെയ്ത് കാണുന്നില്ലേ. ഇതെല്ലാം ഓൺലൈൻ പൈറസിയിൽ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വെബ്സൈറ്റിൽ നിന്നൊന്നും മൂവീസൊന്നും ഡൗൺലോഡ് ചെയ്യരുതെന്ന് പറയുന്നത്. വെബ്സൈറ്റ്സ് ദാറ്റ് ഓഫർ പൈറേറ്റഡ് വേർഷൻസ് ഓഫ് മൂവീസ് ജസ്റ്റ് ആഫ്റ്റർ ദ റിലീസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ വേർഷൻസ് ഇറങ്ങുന്നുണ്ട്. ഇനി അഞ്ചാമത് പറയുന്നൊരു ലീഗൽ ഇഷ്യൂ എന്ന് പറയുന്നതാണ് ഇമെയിൽ സ്പാമിംഗ് ആൻഡ് ഫിഷിംഗ്, sending bulk emails with harmful links or tricking users into revealing sensitive information.
ഇനി സ്പാമിങ് ഓർ ഫിഷിംഗ് എന്ന് പറയുന്നത് ഹാംഫുൾ ആയിട്ടുള്ള ലിങ്കുകൾ വെച്ചിട്ട് ആൾക്കാർക്ക് ഓരോ മെസ്സേജ് അയച്ചിട്ട് അവരുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് അതുവഴി ബ്ലാക്ക് മെയിൽ ചെയ്ത് മേടിക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് വരുന്നൊരു കാര്യം തന്നെയാണ് സ്പാം ചെയ്യും ആൾക്കാർ. ഒരുപാട് മെസ്സേജസ് അയച്ച് നിങ്ങളുടെ ഫോണിൽ കേടായിക്കൊണ്ടിരിക്കുവാണ്, പെട്ടെന്ന് ഇപ്പോൾ വരുന്നൊരു OTP പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇത് ശരിയാക്കി തരാം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഇത്രയും ഇമെയിൽ സ്പാമിങ്ങിനകത്ത് ഫിഷിങ്ങിനകത്തും വരുന്ന കാര്യങ്ങളാണ്. ഫിഷിംഗ് PHISHING ആണ്. ഫിഷിംഗ് എന്ന് പറയുമെങ്കിലും സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്ന കാര്യം, ആൻ ഇമെയിൽ ക്ലെയിമിംഗ് ടു ബി ഫ്രം പേയ്പാൽ യൂസിങ് ദി യൂസർ ആസ്കിങ് ദി യൂസർ ടു വെരിഫൈ ദ പാസ്വേഡ് യൂസിങ് എ ഫേക്ക് ലിങ്ക്. സോ ഇപ്പോൾ പേയ്പാൽ എന്ന് പറയുന്നത് ഒരു പേയ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഗൂഗിൾ പേ പോലത്തെ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് പെട്ടെന്നൊരു മെയിൽ വരുവാണ്, നിങ്ങളുടെ ഗൂഗിൾ പേ 2 ദിവസത്തേക്ക് വർക്ക് ചെയ്യത്തില്ല, നിങ്ങളുടെ പിൻ ഇത് തന്നെയാണോ എന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിങ്കിൽ കയറിയിട്ട് ഒരിക്കൽ ഒന്ന് പിൻ അടിക്കണം എന്ന് പറയും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ അയ്യോ എന്തൊക്കെയോ മെയിൽ വന്നുകൊണ്ടിരിക്കുന്നു, എന്തോ പ്രശ്നമാണെന്ന് കരുതിയിട്ട് ഇൻ കേസ് നമ്മൾ ഗൂഗിൾ പേയുടെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ പിൻ അടിച്ചു കൊടുക്കുമ്പോഴായിരിക്കും നമ്മുടെ അക്കൗണ്ടിലിരിക്കുന്ന 1 രൂപ ഇല്ലാണ്ട് ആൾക്കാർ കടത്തിക്കൊണ്ട് പോകുന്നത്. അതിനെയാണ് ഓൺലൈൻ ഫിഷിംഗ് എന്ന് പറയുക. ഇനി ഈ ഉദാഹരണങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊന്നും ഈ ആർട്ടിക്കിളിനകത്ത് വരുന്ന ഉദാഹരണങ്ങളല്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ സെൻറ്റൻസിലേ പറയുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 5 എത്തിക്കൽ ഇഷ്യൂസിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി അടുത്ത ലീഗൽ ഇഷ്യൂസിൻ്റെ ലോട്ടാണ് പോകുന്നത്. ലീഗൽ ഇഷ്യൂസ് ഇൻ ഇ-കൊമേഴ്സ്. ഒന്നാമത് വരുന്ന ലീഗൽ ഇഷ്യൂ എന്ന് പറയുന്നതാണ് ഇൻ്റർനെറ്റ് ഫ്രോഡ്. Includes scams like fake online auctions, fraudulent investment offers or sale of non-existent goods. So a user pays for a branded mobile phone on an unknown website but never receives it. ഇതെപ്പോഴാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാമാണ്, എല്ലാവരും പറ്റിപ്പാണ്. ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് 1 ലക്ഷം രൂപയോളം മൊബൈൽ ഫോൺ ഇപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് പറയും. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ 80,000 രൂപയുടെ ലാഭമാണല്ലോ എന്ന് എഴുതിയിട്ട് പെട്ടെന്ന് പോയിട്ട് അതിൽ കാശ് പേയ്മെൻറ്റ് ചെയ്തിട്ട് നോക്കിയിരിക്കും. ഫോണും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. ഓൺലൈൻ ഓപ്ഷൻസ്, ഇത് ലേലത്തിൽ വന്നേക്കുവാണ്, ഈ ഒരു സാധനം ഭയങ്കര അമൂല്യപ്പെട്ട ഒരു സാധനമാണ്, നിങ്ങളിത് ഇത്രയും രൂപ നടത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ തട്ടിപ്പ് നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യമാണ്. വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ പ്രൈസിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് പറ്റിക്കും. ഫ്രോഡുലൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫേഴ്സ്, ചിലർ പറ്റിപ്പിലൂടെ ബിറ്റ് കോയിനാണ്, നിങ്ങളിതൊരു 10,000 രൂപ ഇപ്പോൾ തന്നു കഴിഞ്ഞാൽ 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് 50,000 രൂപയാകും എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത്. ഇനി സെയിൽ ഓഫ് നോൺ എക്സിസ്റ്റൻറ്റ് ഗുഡ്സ്, ഇല്ലാത്ത സാധനങ്ങൾ, ചരിത്രത്തിലെങ്ങും ഭൂമിയിലെങ്ങും ഇല്ലാത്ത സാധനങ്ങളെ വെച്ചിട്ട് പറ്റിക്കുന്നൊരു പരിപാടിയുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, ഇടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്ന സാധനമാണ് ഡ്രാഗൺ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെല്ലാം ഇല്ലാത്ത കാര്യങ്ങൾ, ആൾക്കാരെ പറ്റിക്കാൻ പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് പറ്റും. അടുത്തതാണ് കോപ്പിറൈറ്റ് വയലേഷൻസ്. കോപ്പിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് പ്രൊട്ടക്റ്റഡ് ഡിജിറ്റൽ കണ്ടൻറ്റ് വിത്തൗട്ട് പെർമിഷൻ. ഷെയറിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ ഫയൽസ് ഓൺ ടൊറൻറ്റ് സൈറ്റ്സ് വിത്തൗട്ട് എ ലൈസൻസ്. സോ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം, നമ്മളൊരു സാധനം വില കൊടുത്ത് വാങ്ങിച്ചാൽ പോലും ചില സമയത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാറുണ്ട്. ഏതെങ്കിലും ഒരു പിക്ചർ, ആരെങ്കിലും എടുത്തൊരു പിക്ചർ, കോപ്പിറൈറ്റഡ് ആയിട്ടുള്ളൊരു പിക്ചറിനെ നമ്മളെടുത്തിട്ട് വേറൊരാൾക്ക് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളതിനെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്ത് നമ്മൾ കാശ് ഏൺ ചെയ്യാനോ നോക്കിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ അതിന് ഒരാൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കൊടുക്കാം. ഇതെൻ്റെ ഉടമസ്ഥതയിലുള്ള സാധനമാണ്, ഇയാളത് മോഷ്ടിച്ചെടുത്തതുപോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ലീഗലി നമ്മൾ ആൻസറബിളായിട്ട് വരും. ഓക്കെ, ലീഗലി എന്ന് പറഞ്ഞാൽ നമ്മൾ നിയമപരമായിട്ടുള്ള തെറ്റുകളാണ്. ദെൻ ഡൊമൈൻ നെയിം ഡിസ്പ്യൂട്ട്സ്. 2 or more parties may claim rights to a domain name leading to legal battles. നമ്മൾ നേരത്തെ അവിടെ ഒരു സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞില്ലേ, ആ കാര്യത്തിൻ്റെയൊക്കെ ലീഗലായിട്ട് വരുന്നൊരു കാര്യമാണിത്. ലീഗലി എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ളതാണ്. 2 or കൂടുതൽ ആൾക്കാർക്ക് ഒരേ ഡൊമൈൻ നെയിം വേണം. ഇപ്പോൾ ഇവിടെ tataelectronics.com എന്ന് പറയുന്ന ഒരു പേര് ഇട്ടിട്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങണം. ടാറ്റ ഇലക്ട്രോണിക്സുകാർ അത് സമ്മതിക്കുമോ? ടാറ്റ ഇൻഡസ്ട്രിയുടെ തന്നെ ആയിരിക്കും ഈ ഒരു പേര് വരിക. അപ്പോൾ അതൊരു ബാറ്റിലായിട്ട് വരും, ഒരു ലീഗൽ ബാറ്റിൽ, നിയമപരമായിട്ട് നേരിടേണ്ടി വരും. അപ്പോൾ അവസാനം കോടതി നോക്കിയിട്ട് തീരുമാനിക്കും ആരാണ് ആദ്യം ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ആർക്കാണ് ശരിക്കും ഈ പേര് കിട്ടേണ്ട യോഗ്യതയുള്ളതെന്നൊക്കെ. ദെൻ ടാക്സ് ആൻഡ് ജുറിസ്ഡിക്ഷൻ കോൺഫ്ലിക്ട്സ്, ഇതും ഒരു ലീഗൽ ഇഷ്യൂ ആണ്. സിൻസ് ഓൺലൈൻ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് ക്യാൻ ബി ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്, ലീഗൽ സിസ്റ്റംസ് മേ കോൺഫ്ലിക്റ്റ്. ഈ ഒരു പ്രശ്നം വരുന്നത് നമ്മൾ ഇന്ത്യയിലുള്ളൊരു പ്രോഡക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ UK കയറ്റി അയക്കുവാണ്, അല്ലെങ്കിൽ നമ്മൾ USA ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുവാണ്.
ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് കൺട്രിയുടെ ലോ ആണ് നമ്മളവിടെ നോക്കേണ്ടത്, ഏത് കൺട്രിയുടെ നിയമമാണ്, ഏത് കൺട്രിയുടെ ടാക്സ് ആണ്. സോ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സാധനം മേടിക്കുന്നതിന് ഒരു ലക്ഷറി ബ്രാൻഡിന് ഒരു 25-28% ടാക്സ് ഉണ്ടെന്ന് കൂട്ടുക. ഇതേ സാധനം മേ ബി നമ്മൾ ദുബൈയിൽ മേടിച്ച് കഴിഞ്ഞാൽ ടാക്സ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് വാങ്ങിയിട്ട് ഇന്ത്യയിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കണോ? ഇങ്ങനെയുള്ള ടാക്സ് ബാറ്റിൽസ് ഉണ്ടാവാറുണ്ട്. മോസ്റ്റ്ലി സെലിബ്രിറ്റീസാണ് എവിടെ നിന്നെങ്കിലും മേടിച്ചൊരു കാർ ഇന്ത്യയിലോട്ട് എത്തുമ്പോഴത്തേക്കും ഇത്ര രൂപ ടാക്സ് അടയ്ക്കണം, അല്ലെങ്കിൽ അവിടെ ടാക്സ് അടച്ചത് പോരാ, ഇവിടെ വീണ്ടും അടയ്ക്കണം, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതും ഒരു ലീഗൽ കോൺഫ്ലിക്റ്റാണ്, ഇ കൊമേഴ്സിനകത്ത് വരുന്നതാണ്. ദെൻ വി ഹാവ് സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ ഇ കൊമേഴ്സ്. ഒന്നാമത് വരുന്നൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സെക്യൂർ ആക്കാനുള്ളൊരു കാര്യമാണ്. അതിലും കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. ഒന്നാമത്തെ ഒരു ഇഷ്യൂ ആണ് ഒതൻറ്റിക്കേഷൻ. എൻഷുവേഴ്സ് ദ പാർട്ടീസ് ഇൻവോൾവ് ഇൻ ട്രാൻസാക്ഷൻസ് ആർ ജെന്യുവൻ. സോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പോൾ ഒരാൾക്ക് കാശ് പേയ്മെൻറ്റ് ചെയ്യുന്നു, ബാങ്കിൽ നിന്നാവാം അല്ലെങ്കിൽ ബാങ്ക് നമുക്ക് ഇട്ട് തരുന്നതാവാം. ഇതിന് വേണ്ടിയിട്ടാണ് ഒരു OTP അഥവാ 1 ടൈം പാസ്വേഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, പോരാത്തതിന് ഫിംഗർ ബയോമെട്രിക് വെരിഫിക്കേഷൻ എന്നിട്ട് ഫിംഗർ പ്രിൻ്റൊക്കെ എടുക്കുന്നത് അതുകൊണ്ടാണ്. കാരണം രണ്ടും ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ്, രണ്ട് പാർട്ടീസും ജെന്യുവിൻ ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നൊരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിപ്പോൾ ഒരു എക്സാമ്പിളൂടെ പറയുവാണെങ്കിൽ, നമ്മൾ മൊബൈലിലുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയിട്ട് നമ്മുടെ മെയിലിലോട്ട് കയറാൻ നോക്കിക്കഴിഞ്ഞാൽ മൊബൈലിലോട്ട് ഉടനെ തന്നെ ഒരു ഇമെയിൽ വരും. മൊബൈലിൽ കാണിക്കുന്ന ഒരു ഡിജിറ്റ് ഏതാണെന്നുള്ള കാര്യം സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഒതൻറ്റിക്കേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ദെൻ വി ഹാവ് എൻക്രിപ്ഷൻ, പ്രൊട്ടക്ട്സ് ഡേറ്റ ഡ്യൂറിങ് ട്രാൻസ്മിഷൻ. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ വാട്സപ്പിനകത്തൊരു സംഭവമുണ്ട്. നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എഴുതി കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊട്ടക്റ്റഡ് ആണ്, ഈ ഒരു ചാറ്റ് ഈ 2 പേർക്കും അല്ലാണ്ട് വേറെ ആർക്കും എവിടെയും കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രൊട്ടക്ഷനാണ് ഈ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. വെൻ യു എൻറ്റർ യുവർ കാർഡ് ഡീറ്റെയിൽസ് ഓൺ ഫ്ലിപ്കാർട്ട്, എൻക്രിപ്ഷൻസ് പ്രിവെൻറ്റ് അതേഴ്സ് ഫ്രം സീയിങ് ദി ഇൻഫർമേഷൻ. സോ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിലൊരു സാധനം മേടിക്കുന്നുണ്ട്. ബേസിക്കലി ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത് ഇത് വിൽക്കുന്നൊരു കടയാണെന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു ഫ്രിഡ്ജ് മേടിച്ചു. ഫ്രിഡ്ജ് വേൾപൂളിൻ്റെ ഒരു ഫ്രിഡ്ജാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആ ഒരു കമ്പനിയിലോട്ട് നമുക്ക് കാശ് അയക്കണമല്ലോ. അപ്പോൾ അവർക്ക് നമ്മുടെ പാസ്വേഡോ നമ്മുടെ MPIN ഒന്നും കാണാണ്ടിരിക്കാനുള്ളൊരു പ്രൊട്ടക്ഷൻ ഫ്ലിപ്കാർട്ട് നമുക്ക് തരും. അതിനാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു സെക്യൂരിറ്റി സാധനമാണ് നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് എൻഷ്യൂർസ് ദാറ്റ് വൺസ് എ ട്രാൻസാക്ഷൻ ഈസ് മേഡ് ഇറ്റ് കനോട്ട് ബി ഡിനൈഡ് ലേറ്റർ. A buyer can't later claim they didn't place the order if a digital signature confirms it. സോ ഇനി ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞു, അതിനെ നമുക്ക് പിന്നീട് സാധനം കയ്യിലെത്തുമ്പോഴത്തേക്കും ഇത് വേണ്ട, ഞാൻ ഈ ഓർഡർ പറഞ്ഞിട്ടില്ല, ഇത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. സെയിം നമ്മളൊരു സാധനം വാങ്ങുന്നു, കാശ് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞു, സാധനം കൈ കിട്ടിയിട്ടില്ല, നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് കേസ് ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ സെല്ലറിന് ഡിനൈ ചെയ്യാൻ പറ്റില്ല, ഞങ്ങളിത് വിറ്റിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ്റെ റെസീറ്റ് ഓൺലൈൻ ആയിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോംസ്, ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണോ നമ്മൾ മേടിക്കുന്നത് ആ പ്ലാറ്റ്ഫോം അത് സൂക്ഷിച്ച് വെച്ചേക്കും. ഇതിലൂടെ ഈ ഒരു റെപ്യൂഡിയേഷൻ നമുക്ക് അങ്ങ് റിജക്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. ദെൻ വി ഹാവ് സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ്, അറ്റാക്സ് ലൈക്ക് ഹാക്കിംഗ്, ഡേറ്റ ബ്രീച്ചസ് ആൻഡ് DDoS അറ്റാക്സ്. സോ ഇതിൽ DDoS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്. അതൊരു സൈബർ അറ്റാക്കാണ്, മാൾവെയർസൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന ഒരു സൈബർ അറ്റാക്കാണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിനകത്ത് ചുമ്മാ ട്രാഫിക് ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഗ് ആക്കുക എന്ന് പറയത്തില്ലേ, സൈറ്റ് ക്രാഷാണ്, സൈറ്റ് ലാഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ എക്സാമിൻ്റെയൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് SSLC +2 എക്സാം റിസൾട്ടിൻ്റെ സമയത്ത് ആദ്യത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സൈറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കും. കാരണം എല്ലാ ആൾക്കാരും ഒരേ സമയത്ത് അത് വ്യൂ ചെയ്യുന്നുണ്ട്. ഇതേ ഒരു കാര്യം ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ബിഗ് ആയിട്ടുള്ളൊരു ഡീല് വരുന്നൊരു സമയം, ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സെയിൽ വരുന്ന സമയത്ത് ചില ആൾക്കാർ മാൾവെയർസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വൈറസസ് യൂസ് ചെയ്തിട്ട് പെട്ടെന്നൊരു റഷ് ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ ശ്രമിക്കുമ്പോഴത്തേക്കും റിയൽ ആയിട്ടുള്ള ഒരു ബയേഴ്സൊക്കെ അവരുടെ ക്രെഡൻഷ്യൽസ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കാശ് അവർക്ക് തട്ടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ചില സമയത്ത് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് ക്യാൻസലായി പോയി എന്ന് വരുന്നത്. കാരണം ഓൾറെഡി ആ ഒരു വെബ്സൈറ്റ് അന്ന് ഈ ഹാക്കേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സൈബർ അറ്റാക്കിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു നമ്മളുടെ ഓർഡർ പ്ലേസ്മെൻ്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവുക.
ഓക്കെ, അതും ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കിൻ്റെ സൈബർ അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് നോക്കാം. എത്തിക്സ് ഇൻ ഇ കൊമേഴ്സ് റെഫേഴ്സ് ടു ഫെയർനെസ്, ഓണസ്റ്റി ആൻഡ് റെസ്പെക്ട് ഫോർ യൂസേഴ്സ്. 3 മെയിൻ എത്തിക്കൽ തിയറീസ് ആണ്. ഇനി 3 എത്തിക്കൽ തിയറി കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ തിയറിയാണ് സ്റ്റോക്ക് ഹോൾഡർ തിയറി. A business's only responsibility is to maximize shareholder profits within the law. A company avoids expensive eco-friendly packaging to save money. സോ ഇതാണ് സ്റ്റോക്ക് ഹോൾഡർ തിയറി. ഒരു ബിസിനസ് നടത്തുന്ന ആളുടെ എപ്പോഴും അയാളുടെ മൈൻഡ് എന്ന് പറയുന്നത് അയാളുടെ ഷെയർ പ്രോഫിറ്റ്സ് കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു കമ്പനി നടത്തുന്നു, ഒരു ബിസിനസ് നടത്തുന്നു, നാട്ടുകാർ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള മൈൻഡ് ആയിരിക്കില്ലല്ലോ, എനിക്ക് ഞാൻ രക്ഷപ്പെടണം എന്നായിരിക്കില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി പാക്കേജിംഗ് ഒന്നും യൂസ് ചെയ്യത്തുണ്ടാവില്ല. പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എനിക്ക് എൻ്റെ സാധനം എങ്ങനെയാണ് ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ പറ്റുക, അതായിരിക്കും മെയിൻലി നോക്കുക. അല്ലാണ്ട് എക്സ്പ്രസ് ഡെലിവറി അങ്ങനെയൊക്കെ കൊടുത്ത ആൾക്കാരെ വളർത്തണം എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കില്ല സ്റ്റേക്ക് ഹോൾഡറിനുള്ളത്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡറിൻ്റെ തിയറി എന്ന് പറയുന്നത് ദേ വാണ്ട് ടു മാക്സിമൈസ് ദെയർ ഓൺ ഷെയർ ഹോൾഡർ പ്രോഫിറ്റ്സ്. ഇനി രണ്ടാമത്തെ തിയറിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി. Businesses should contribute to societal well-being even beyond legal obligations. An e-commerce company donating a portion of profits to disaster relief. So, social contract theory എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സൊസൈറ്റിയുടെ ഒരു വെൽ ബീയിങ്ങിന് വേണ്ടിയിട്ട്, സൊസൈറ്റിയുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ലീഗലി എനിക്ക് കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ ഞാനൊരു വലിയ ബിസിനസ് തുടങ്ങി പണക്കാരിയായി, എനിക്ക് കിട്ടുന്ന കാശ് ഞാൻ ആർക്കും കൊടുക്കണം എന്ന് എനിക്കൊരു ലീഗൽ ഒബ്ലിഗേഷൻസിലോ ഒരു നിയമവും ഇല്ല, ഞാൻ എൻ്റെ കാശ് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ഇത് ഓക്കെയാണ്, എനിക്കിപ്പോൾ ഇഷ്ടംപോലെ കാശുണ്ട്, സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ദുരിതം വരുന്ന സാഹചര്യങ്ങളിൽ ആൾക്കാർക്ക് കാശ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി. ഒരു ബിസിനസ്സിലൂടെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിൻ്റെ 1% പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക. ഇനി ചില നോട്ട്ബുക്സിൻ്റെയൊക്കെ ബാക്കിൽ അതിൻ്റെ ഒരു പരസ്യം ഉണ്ടാകും. ഈ നോട്ട്ബുക്ക് വാങ്ങുന്നതിൽ നിന്നും ഓരോ നോട്ട്ബുക്കിൽ നിന്നും ഒരു വിഹിതം പാവപ്പെട്ട കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിയുടെ ബേസിസിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ തിയറിയാണ് സ്റ്റേക്ക് ഹോൾഡർ തിയറി. ബാലൻസ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ പാർട്ടീസ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ്, കമ്മ്യൂണിറ്റി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ആർക്കൊക്കെയാണോ ഒരു കാര്യത്തിൽ ഭാഗവാക്കായിട്ടുള്ളത്, ആർക്കൊക്കെയാണോ ഭാഗമായിട്ടുള്ളത്, ഇവരെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇവരിൽ എല്ലാവരുടെ ഇൻട്രസ്റ്റിനും നന്മ വരുന്ന രീതിയിൽ വേണം ഒരു കാര്യം ചെയ്യാൻ. ഇപ്പോൾ ഒരു ബിസിനസ് ആകുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സ് ഉണ്ടാവും, കസ്റ്റമർ വാങ്ങുന്ന ആൾ, എംപ്ലോയേഴ്സ് അവിടെ ജോലി ചെയ്യുന്ന ആൾ, സപ്ലയർ വിൽക്കുന്ന ആൾ, ദെൻ കമ്മ്യൂണിറ്റി, മൊത്തത്തിലുള്ള ആ ഒരു സമൂഹം. ഇവർക്ക് എല്ലാവർക്കും നന്മ വരുന്ന രീതിയിലായിരിക്കണം, ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തായിരിക്കണം ഒരു സാധനം വിൽക്കാൻ. ഓക്കെ, ഇപ്പോൾ സ്മോൾ സെല്ലേഴ്സിനും ചെറുകിട വിൽപ്പനക്കാർക്കും വാങ്ങുന്ന ആൾക്കും എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു സ്ഥാനം അവിടെ കൊടുത്തിട്ടുണ്ടാവണം. ഇനി നീഡ് ആൻഡ് റെഗുലേഷൻ ഫോർ ലീഗൽ ഫ്രെയിം വർക്ക്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലീഗൽ ഫ്രെയിം വർക്ക് വേണമല്ലോ. നമ്മുടെ നേർക്കൊരു സ്കാം നേരിട്ട് പോയി, ചില സമയത്ത് നമുക്ക് ഒരു അബദ്ധം സംഭവിക്കാം, അത് നമുക്ക് ആരോടെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യണമല്ലോ. കംപ്ലയിൻറ്റ് ചെയ്ത് നമുക്ക് കിട്ടേണ്ട ആ ഒരു നീതി തിരികെ വാങ്ങി കിട്ടണം. ഇനി എന്തുകൊണ്ട് ഗവൺമെൻറ് നീഡ്സ് ടു ഡെവലപ്പ് ലോസ് റിലേറ്റഡ് ടു എന്തിനൊക്കെയാണ് നമുക്ക് നിയമം വേണ്ടത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി, സൈബർ ക്രൈം, പെനാൽറ്റീസ്. സോ കൺസ്യൂമറിനൊരു പ്രൊട്ടക്ഷൻ ലഭിക്കണം. അപ്പോൾ എനിക്ക് കിട്ടുന്ന സാധനം, ഞാൻ 1000 രൂപ കൊടുത്തൊരു സാധനം വാങ്ങിച്ചിട്ട് ഒട്ടും പ്രോഡക്റ്റ് കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ എവിടെ പോകും? കൺസ്യൂമർ കോർട്ടിൽ പോകും. ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടണം. ദെൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. എൻ്റെ ഒരു ഐഡിയ, ഞാൻ ആരോടെങ്കിലും പറയുന്ന ഐഡിയ മറ്റൊരാളത് മോഷ്ടിച്ചുകൊണ്ട് പോയി, അത് മേ ബി ഓൺലൈൻ വഴി ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമായിരിക്കാം, അതും നമുക്ക് ചോദിച്ച് അതിൻ്റെ റൈറ്റ്സ് തിരികെ വാങ്ങാൻ പറ്റണം. ദെൻ ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി. എൻ്റെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരാൾ ഹാക്ക് ചെയ്തെടുത്തു, ഒരു ഡീറ്റെയിൽസ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരായിട്ടും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം. ദെൻ സൈബർ ക്രൈം, പെനാൽറ്റീസ്. ഒരു സൈബർ രീതിയിൽ എന്നെ അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു വൈറസ് എൻ്റെ ഫോണിലേക്ക് കടത്തി വിട്ടു, എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും എനിക്കൊരു പരിഹാരം കിട്ടണം. ആരാണോ അത് ചെയ്തത്, ദാറ്റ് പേഴ്സൺ ഷുഡ് ബി പണിഷ്ഡ്. India's IT Act 2000 addresses issues related to electronic contracts, cybercrime and digital signatures. സോ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഇന്ത്യയിലെ IT Act 2000 IT Act ആണ്
ഈ ഒരു ഇഷ്യൂസ് എല്ലാം അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഞാൻ കുറച്ച് ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്, ഒത്തിരി നീണ്ടു പോകും ക്ലാസ്, വലിയൊരു ആർട്ടിക്കിളും ആണ്. ഇനി ഈ കൺക്ലൂഷന് ഇത് നിങ്ങളൊന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഈ പറഞ്ഞ കാര്യമെല്ലാം ചുരുക്കി വെച്ചേക്കുന്നതാണ് അവിടെ. ഇനി മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ ഈ കേട്ട കാര്യങ്ങൾ വെച്ചിട്ട് ഇതിൻ്റെ എല്ലാം ആൻസർ എഴുതാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം നോക്കിയാൽ മതി. വാട്ട് ആർ 2 എക്സാമ്പിൾസ് ഓഫ് അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഇൻ ഇ-കൊമേഴ്സ്? സോ ഇതിൽ അൺഎത്തിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലീഗൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാണ്ട് വേണം നോക്കാൻ. സോ 2 അൺഎത്തിക്കൽ പ്രാക്ടീസസ് ആണ് ആ ക്വസ്റ്റ്യൻ. ഡിഫൈൻ ഫിഷിംഗ്, ഹൗ ഇസ് it a threat to online shoppers? What does copyright protect in the context of e-commerce? What is meant by consumer privacy in e-commerce? Name any 2 legal frameworks that regulate e-commerce in India. A customer's personal data was shared with third-party advertisers without consent. Which ethical principle is being violated? Suppose an online seller uses fake reviews to promote their product. Which ethical issue does this represent? ഇങ്ങനെയായിരിക്കും ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരിക. ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. How can a company ensure compliance with data protection laws in its online operations? Explain how digital signatures can help in ensuring legal security in e-commerce. Okay, digital signaturesഉം ഒതൻറ്റിക്കേഷൻ്റെ, നേരത്തെ പറഞ്ഞ ഒരു 2-factor ഒതൻറ്റിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. Compare and contrast ethical issues and legal issues in e-commerce with examples. Analyze the impact of copyright infringement on small e-commerce businesses. Evaluate the effectiveness of Indian cyber laws in controlling unethical behavior in e-commerce. Advantage of e-commerce. കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. എക്സാമിന് എന്താ വരിക എന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ആൻസർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ നോക്കുക. വലിയൊരു ആർട്ടിക്കിളായിരുന്നു. മെയിനായിട്ട് വേണ്ട പോയിൻറ്റ്സാണ് പറഞ്ഞു പോയിട്ടുള്ളത്. മനസ്സിലായോ ഇല്ലേ നോക്കുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.